നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SN1 CB മെക്കാനിസം ഫോർ ബേസ് ഹൈഡ്രോളിസിസ് ആയിരുന്നു നോക്കിയിരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബേസ് ഹൈഡ്രോളിസിന്റെ മെക്കാനിസം SN1CBയിലേക്ക് ചെല്ലുന്നത് എന്നാണ്. അതായത് സാധാരണ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് അസോസിയേറ്റീവ് മെക്കാനിസം ആണ് തരുന്നത്, അല്ലെങ്കിൽ SN2 മെക്കാനിസം ആണ് തരുന്നത്. പക്ഷെ ബേസ് ഹൈഡ്രോളിസിന്റെ കേസിൽ SN1CB മെക്കാനിസം ആണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ 3 സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയായിരുന്നു. അതായത് ഒരു കോഞ്ചുഗേറ്റ് ബേസ് അതിൽ ഫോം ചെയ്യുന്നുണ്ട്. ആ കോഞ്ചുഗേറ്റ് ബേസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ലീവിങ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് അതാണ് അതിലെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് OH- കോർഡിനേഷൻ സ്പിയറിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയായിരുന്നു SN1CB മെക്കാനിസം. അപ്പൊ SN1CB മെക്കാനിസം എന്തുകൊണ്ടാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതായത് നോർമൽ SN2 മെക്കാനിസം വഴി നമുക്ക് രണ്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. The one is at higher concentration of OH- ion, the rate of the reaction is found to be independent of the concentration of the reaction. And when the reaction is carried out in presence of other nucleophiles such as SCN-, N3-, NO2-, etc., their concentration does not affect the rate of the reaction. Only the concentration of OH- ion will affect the rate of the reaction, even though the others are good nucleophile like that of OH-. ഈ രണ്ട് എക്സ്പ്ലനേഷൻ ആണ് ശരിക്കും SN1CB മെക്കാനിസം വഴി നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാം. ഒന്ന്, the explanation for the above said disadvantages and the proof for SN1CB mechanism. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ക്വസ്റ്റ്യന് ആൻസർ ആണ് ശരിക്കും ഇന്നത്തെ സ്ലൈഡ്സ് എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ ആ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ നോർമൽ SN2 മെക്കാനിസം വഴി എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞ കാര്യങ്ങൾ SN1CB മെക്കാനിസം വഴി നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ പ്രൂഫ് ഫോർ SN1CB മെക്കാനിസം. SN1CB is substitution nucleophilic unimolecular conjugate base mechanism. അപ്പൊ ഇതില് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസോസിയേഷൻ ഓഫ് ദ കോഞ്ചുഗേറ്റ് ബേസ് ഈസ് ദ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടതാണ്. ഇതായിരുന്നു അതിലെ സെക്കൻഡ് സ്റ്റെപ്പ്, അതായത് ഡിസോസിയേഷൻ ഓഫ് ദ കോഞ്ചുഗേറ്റ് ബേസ്. ഇതാണ് കോഞ്ചുഗേറ്റ് ബേസ്, അതിന്റെ ഡിസോസിയേഷൻ ആണ് ഇതിന്റെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ the first point is at very high concentration of OH- ion, the rate of base hydrolysis is almost independent of the concentration of OH- ion. അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് SN1CB മെക്കാനിസം എന്ന് പറയുമ്പോൾ the reaction require the acid base equilibration. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പില്, അതായത് ഇതിൻ്റെ അകത്ത് നിന്ന് പ്രോട്ടോൺ മാറി ഈ കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടാകുന്നത്, അതാണ് ശരിക്കും ആസിഡ് ബേസ് ഇക്വിലിബ്രിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഫാസ്റ്റ് വെൻ കമ്പയർഡ് ടു ദ റേറ്റ് ഓഫ് ബേസ് ഹൈഡ്രോളിസിസ്. നോർമൽ ബേസ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റിയാക്ഷൻ എങ്ങനെയാ വരുന്നത്? നോർമൽ ബേസ് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് ഇതാണ് നമ്മുടെ റിയാക്ടൻസ്. അപ്പൊ ഇതിൽ നിന്നും Cl പോയി OH- വരുന്നതാണ് നോർമൽ ബേസ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ദ ഫോർമേഷൻ ഓഫ് ദ കോഞ്ചുഗേറ്റ് ബേസ് അല്ലെങ്കിൽ ദ ആസിഡ് ബേസ് ഇക്വിലിബ്രിയേഷൻ മസ്റ്റ് ബി ഫാസ്റ്റ് വെൻ കമ്പയർഡ് വിത്ത് ദ റേറ്റ് ഓഫ് ബേസ് ഹൈഡ്രോളിസിസ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ സ്റ്റെപ്പിലെ ആ OH- ആ കോർഡിനേഷൻ സ്പിയറിലേക്ക് വന്ന് കോർഡിനേറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ആസിഡ് ബേസ് ഇക്വിലിബ്രിയേഷന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഫാസ്റ്റർ ദാൻ ദ റേറ്റ് ഓഫ് ദ ബേസ് ഹൈഡ്രോളിസിസ്. മാത്രവുമല്ല ഒരു കാര്യം കൂടിയുണ്ട്, ദ കോൺസെൻട്രേഷൻ ഓഫ് ദ കോഞ്ചുഗേറ്റ് ബേസ്, ദാറ്റ് ഈസ് ദിസ് വൺ, depends on the concentration of the complex and the OH- ion.
അത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട് എടുത്ത് നോക്കുക. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിന്റെ അകത്ത് കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ കോംപ്ലക്സ് ആസ് വെൽ ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അല്ലെ. അതിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. And it follows that the rate law must be first order in each of these species. First order with respect to the complex and first order with respect to OH minus. അങ്ങനെയാണ് റേറ്റ് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഈ കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി സ്മോൾ ഈവൻ അറ്റ് എ pH ഓഫ് 13. അതായത് ഹൈലി ആൽക്കലൈൻ മീഡിയത്തിൽ പോലും ഈ കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ആയിട്ട് നിൽക്കണം. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ ആ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ നമ്മൾ പറയുന്നത്, ആ ആദ്യത്തെ സ്റ്റെപ്പിന്റെ അകത്ത് ഇപ്പൊ ആ കോൺജുഗേറ്റ് ബേസ് ഫോം ചെയ്യുന്ന നമ്മുടെ റിയാക്ടന്റ് ഉണ്ടല്ലോ, CONH3 5 times Cl2+, നമ്മുടെ റിയാക്ടന്റ്. അതെന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡ്. ശരിക്കും സ്ട്രോങ് ആസിഡ് നമ്മൾ പറയാൻ പറ്റത്തില്ല, വീക്ക് ആസിഡ് ആണ്. അപ്പൊ എത്ര pH കൂട്ടിയെന്ന് നമ്മൾ പറഞ്ഞാലും അതൊരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് പതുക്കെ ഡിസോസിയേറ്റ് ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ബേസ് അത് ഫോം ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ അല്ലെങ്കിൽ എന്ത് പറ്റും, ഇത് കൂടുന്നതിനനുസരിച്ച്, അതായത് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷനും ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് സ്ട്രോങ് ആസിഡ് ആവുമ്പോൾ. അപ്പൊ ഇതിന്റെ അകത്ത് ഇതൊരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന കോൺജുഗേറ്റ് ബേസ്, അതായത് പതുക്കെ അത് ഡിസോസിയേറ്റ് ചെയ്ത് കോൺജുഗേറ്റ് ബേസ് ആകത്തുള്ളൂ, അതിന്റെ കോൺസെൻട്രേഷനും ചെറുതായിട്ട് നിൽക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഫാസ്റ്റർ ദാൻ ദ റേറ്റ് ഓഫ് ബേസ് ഹൈഡ്രോളിസിസ് ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ കോൺജുഗേറ്റ് ബേസ് മസ്റ്റ് ബി സ്മോൾ. അപ്പൊ ഇതിന്റെ അകത്ത് ഇഫ് ദ എമൗണ്ട് ഓഫ് OH മൈനസ് അയോൺ ആഡഡ് ഈസ് വെരി ലാർജ്, there would be a little difference in the concentration of OH minus after adding the acid. ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ റിയാക്ടന്റ് CONH3 5 times Cl2+. അപ്പൊ നമ്മള് OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുത്താലും അതിന്റെ കോൺജുഗേറ്റ് ബേസ് ഉണ്ടാകുന്ന റേറ്റ് അല്ല, കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കുറവായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര കൂട്ടിക്കൊടുത്തെന്ന് പറഞ്ഞാലും ആ ആസിഡ് ഇതിന്റെ അകത്ത് നിന്ന് H+നെ ഈ OH മൈനസ് സബ്സ്ട്രാക്ട് ചെയ്യണല്ലോ. നമ്മുടെ കോംപ്ലക്സ് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ്. അപ്പൊ ആ കോംപ്ലക്സ് വളരെ പതുക്കെ മാത്രമേ H+ അയോണിനെ OH മൈനസിലേക്ക് കൊടുക്കത്തുള്ളൂ. അങ്ങനെ കൊടുത്താലേ ഉള്ളൂ അവിടെ കോൺജുഗേറ്റ് ബേസ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അത്രയും സ്ലോ ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുത്തെന്ന് പറഞ്ഞാലും അവിടെ വലിയ കാര്യമായ ഡിഫറൻസുകൾ ഒന്നും OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷനിൽ വരുന്നില്ല. കാരണം വലിയൊരു എമൗണ്ട് കൊടുത്താലും അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ H+ അയോൺ കമ്പൈൻ ചെയ്ത് OH മൈനസ് ആകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷനെ അങ്ങ് കോൺസ്റ്റന്റ് ആക്കി വെക്കും. അതാണ് ശരിക്കും എത്ര ഹൈ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണേലും the rate of the base hydrolysis tend to be at higher concentration, tend to be independent of the concentration of OH minus ion. ഇതാണ് നമ്മുടെ, ഇതിൽ നിന്നാണ് നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ റിയാക്ഷൻ ആണ് ഫാസ്റ്റ് ആയിട്ട് നടക്കണം എന്ന് പറയുന്നത് വെൻ കമ്പയർഡ് ടു ദ റേറ്റ് ഓഫ് ബേസ് ഹൈഡ്രോളിസിസ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡ് ആണ്. അപ്പൊ ഇത് പതുക്കെ H+ അയോണിനെ OH മൈനസിലേക്ക് കൊടുക്കത്തുള്ളൂ. അങ്ങനെ കോൺജുഗേറ്റ് ബേസ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ ഈ കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചെറുതായിട്ടേ നിൽക്കത്തുള്ളൂ, ഈവൻ അറ്റ് എ ഹയർ pH ഓഫ് 13.
അപ്പൊ നമ്മൾ ഈ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ അങ്ങ് കൂട്ടിക്കൊടുത്താലും അത് കാര്യമായ വ്യത്യാസങ്ങളൊന്നും അവിടെ വരുത്തുന്നില്ല. അതായത് OH മൈനസിന്റെ ഇപ്പൊ നിങ്ങൾ ഒരു 100 ml എന്ന് കരുതുക, അങ്ങനെയൊന്നും കരുതരുത്, മോളാരിറ്റി ആണ്. എന്നാലും ഞാൻ പറയാം 100 ml OH മൈനസ് എന്ന് പറയാം. അതിൻ്റെ അകത്ത് നിന്ന് 0.5 ml OH മൈനസേ ആ റിയാക്ഷൻ്റെ അകത്ത് എടുക്കുന്നുള്ളൂ എങ്കിൽ അത് ആ വലിയ കോൺസെൻട്രേഷനിൽ ആ 0.5 അവിടെ നിന്ന് മാറുന്നെന്നും പറഞ്ഞ് വലിയ വ്യത്യാസം വരുന്നില്ല. മനസ്സിലായി? അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് ശരിക്കും ഇവിടെയുള്ള ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്. ഏത്? ദ ഡിസോസിയേഷൻ ഓഫ് ദ കോൺജുഗേറ്റ് ബേസ് ആണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ R is equal to K into concentration of CO NH3 4 times NH2 Cl plus. അപ്പൊ ഈ റിയാക്ഷനിൽ നിന്ന് ഫ്രം ദ റിയാക്ഷൻ 1, അതായത് ഈ റിയാക്ഷൻ, equilibrium constant is, that is the ratio of the concentration of the product by the concentration of the reactant ആണ് equilibrium constant എന്ന് പറയുന്നത്. So from the first reaction, the equilibrium constant K is equal to concentration of CO NH3 4 times NH2 Cl plus divided by the concentration of the reactant, that is CO NH3 5 times Cl plus into concentration of OH minus. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ അകത്ത് നിന്ന് CO, കോൺസെൻട്രേഷൻ ഓഫ് CO NH3 4 ടൈംസ് NH2 Cl പ്ലസ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ ഡിനോമിനേറ്റർ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കോൺസെൻട്രേഷന്റെ ടേമിനെ നമ്മൾ ഈ ആദ്യത്തെ ഇക്വേഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവിടെ അതല്ലേ വന്നിരിക്കുന്നത്, CO NH3 4 ടൈംസ് NH2 Cl തന്നെയല്ലേ ഇവിടെ. അപ്പൊ നമ്മൾ ഈ വാല്യൂവിനെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ബേസിക് മാത്സ്. സോ R is equal to small k into equilibrium constant K into concentration of CO NH3 5 times Cl2 plus into concentration of OH minus. അപ്പൊ R is equal to K dash into, ഇത് രണ്ടും കൂടെ ഒരു കോൺസ്റ്റന്റ് ആക്കും, K dash into concentration of CO NH3 5 times Cl2 plus ആണ് ഇവിടെ, 2 plus into concentration of OH minus. അപ്പൊ നമുക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പം ഹൈ കോൺസെൻട്രേഷനിൽ നമ്മൾ എന്ത് പറ്റുമെന്നാ പറഞ്ഞാൽ there will be only a little difference in the concentration of OH minus after adding acid. അതായത് ഇത് after adding acid, OH minus ion can be taken as a constant. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ വരും? R is equal to K dash into concentration of CO NH3 5 times Cl2 plus into constant. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് OH മൈനസ് അയോണിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് at higher concentration of OH minus the rate is almost independent of the concentration of OH minus എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ഫാക്ടറെ നോർമൽ SN2 മെക്കാനിസം വഴി ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിടെ OH മൈനസ് അയോൺ ആ റിയാക്ഷൻ്റെ അകത്ത് ഇൻവോൾവ്, ആദ്യത്തെ സ്റ്റെപ്പിലെ വന്ന് മെറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കും. മനസ്സിലായോ? ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH മൈനസ് പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്തെടുത്ത് കോൺജുഗേറ്റ് ബേസ് ഉണ്ടാകും. ആ കോൺജുഗേറ്റ് ബേസിന്റെ ഡിസോസിയേഷൻ ആണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോംപ്ലക്സിന്റെയും OH മൈനസ് അയോണിന്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പം കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ കൂടണം. അപ്പൊ റേറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടാണ് കാണുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ ആ ഇക്വിലിബ്രിയേഷൻ സ്റ്റെപ്പ്, ആസിഡ് ബേസ് ഇക്വിലിബ്രിയം സ്റ്റെപ്പിൽ, അതായത് ഈ ആസിഡ് ബേസ് ഇക്വിലിബ്രിയം സ്റ്റെപ്പാണ് ഇതിനുള്ള റീസൺ നമുക്ക് തരുന്നത്. ഇതിന്റെ അകത്ത് ഈ ഇക്വിലിബ്രിയേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഫാസ്റ്റർ ദാൻ ദ നോർമൽ ബേസ് ഹൈഡ്രോളിസിസ്. ഹിയർ this CONH3 5 times Cl2 plus എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വീക്ക് ആസിഡ് ആണെന്ന് പറഞ്ഞായിരുന്നു.
cobalt amine complexes are such weak acids that even in strongly alkaline solution, there is no appreciable concentration of conjugate base. ഇപ്പൊ ശരിക്കും ആൽക്കലൈൻ മീഡിയ ഒക്കെ വരുമ്പോൾ അവിടെ കോഞ്ചുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ കൂടേണ്ടതാണ്. പക്ഷെ ഇതൊരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് OH മൈനസ് ഒരു ഹൈലി ആൽക്കലൈൻ മീഡിയം എടുത്താലും ഈ കോഞ്ചുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറവാ ശരിക്കും. മനസ്സിലായി? അപ്പൊ എത്ര നമ്മൾ OH മൈനസ് കൂട്ടിക്കൊടുത്തെന്ന് പറഞ്ഞാലും ഇതുണ്ടാകുന്നതിനൊരു കണക്കുണ്ട്. അതുകൊണ്ടാണ് ഹയർ കോൺസെൻട്രേഷനിൽ OH മൈനസിന്റെ കോൺസെൻട്രേഷനെ നമ്മൾ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആക്കി വെച്ച് the reaction rate is independent of the concentration of OH minus ion എന്ന് നമ്മൾ പറയും. അപ്പൊ അത് ശരിക്കും നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടാണ് അത് നമ്മൾ കാണിക്കുന്നത്. റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. മനസ്സിലായി? ഇങ്ങനെയാണ് ആദ്യത്തെ കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതായിരുന്നു? ലിഗാൻഡ് സച്ച് ആസ് NO2 മൈനസ്, NCS minus and N3 minus are strong nucleophile as OH minus, but they do not influence the rate of hydrolysis of amine complex. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, നമ്മുടെ രണ്ട് ഡിഫക്റ്റിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും. അറ്റ് ദ സെയിം ടൈം ദിസ് ക്യാൻ ബി കൺസിഡേർഡ് as proof for SN1CB mechanism for base hydrolysis of octahedral complexes. അപ്പൊ ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈവൻ ദോ ദീസ് ലിഗാൻഡ്സ് ആർ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ, they are not as strong base as OH minus ligand. ഇപ്പൊ നമ്മുടെ SN1CB മെക്കാനിസത്തിന്റെ ആ ഒരു പിക്ചർ നമുക്ക് വരണം. അതിൻ്റെ അകത്ത് ആദ്യത്തെ സ്റ്റെപ്പിൽ കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടാകുന്നു. റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസോസിയേഷൻ ഓഫ് ദ കോഞ്ചുഗേറ്റ് ബേസ് അല്ലേ? അങ്ങനെ ഒരു മെക്കാനിസത്തിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതൊരു SN1CB മെക്കാനിസം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? OH മൈനസ്, അല്ലെങ്കിൽ അവിടെ ബേസ് ആയിട്ട് ആരാണോ ആക്ട് ചെയ്യുന്നത് അവര് പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടാകണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർ SN1CB. അപ്പൊ ഈ NO2 മൈനസും NCS മൈനസും N3 മൈനസും ഒക്കെ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ തന്നെയാണ്, ലൈക്ക് ദാറ്റ് ഓഫ് വാട്ടർ. പക്ഷേ വാട്ടറിന്റെ പോലെ അല്ലെങ്കിൽ OH മൈനസ്, വാട്ടർ അല്ല, OH മൈനസ് അയോണിന്റെ പോലെ ഒരു സ്ട്രോങ് ബേസ് അല്ല NO2 മൈനസും NCS മൈനസും N3 മൈനസും. അപ്പൊ ന്യൂക്ലിയോഫൈൽ എന്താണെന്നും ബേസ് എന്താണെന്നുമുള്ള ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അപ്പൊ ഇവരൊരു സ്ട്രോങ് ബേസ് അല്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് കഴിവായിരിക്കും കുറവുള്ളത്? അവിടെ നമ്മുടെ കോംപ്ലക്സിന്റെ അകത്ത് നിന്ന് പ്രോട്ടോണെ, സ്ട്രോങ് ബേസ് ആണെങ്കിൽ മാത്രമേ പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ അവർക്ക് അവിടെ പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ദേ ആർ നോട്ട് ആസ് സ്ട്രോങ് ആസ് ദാറ്റ് ഓഫ് OH മൈനസ് ലിഗാൻഡ്. അപ്പൊ പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് നടക്കത്തില്ല? കോഞ്ചുഗേറ്റ് ബേസിന്റെ ഫോർമേഷൻ അവിടെ നടക്കത്തില്ല. അപ്പൊ കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടായില്ലെങ്കിൽ SN1CB മെക്കാനിസം ഇല്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ ലിഗാൻസ് even though they are strong nucleophile, they do not influence the rate of hydrolysis of amine complexes എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിൽ, ഇപ്പം CONH3 5 times Cl2 plus with NO2 minus, മൈനസ് ആണ് ഇത്, with NO2 minus നമ്മൾ കൺസിഡർ ചെയ്യുക. And the reaction is catalyzed by OH minus ion. അപ്പൊ നമ്മൾ ഇവിടെ ആരൊക്കെ എടുക്കുന്നത്? CONH3 5 times Cl2 plus നമ്മുടെ കോംപ്ലക്സ്, അതിനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? NO2 മൈനസുമായിട്ട് റിയാക്ട് ചെയ്യണം. ആൻഡ് ദ റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ OH മൈനസ് ion. അപ്പൊ ഇതൊരു നോർമൽ SN2 റിയാക്ഷൻ വഴി പ്രൊസീഡ് ചെയ്യുവാണെങ്കിൽ it will result in the formation of the complex. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോർമൽ SN2 വഴിയാണ് സങ്കല്പിക്കുക നമ്മൾ കേട്ടോ.
NO2 ഒക്കെ എന്തുകൊണ്ടാണ് റിയാക്ഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യാത്തത് എന്നതിനുള്ള റീസൺ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുക. ഇപ്പൊ നമ്മൾ ഒരു കോംപ്ലക്സ് എടുത്തു, അതിനെ NO2 വെച്ച് റിയാക്ട് ചെയ്യും. ആൻഡ് ദ റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ OH മൈനസ് അയൺ. എന്നിട്ട് നമ്മൾ സങ്കല്പിക്കുവാണ് അതൊരു SN2 റിയാക്ഷൻ വഴി പ്രൊസീഡ് ചെയ്യുവാണെങ്കിൽ ഇതിന് എന്ത് സംഭവിക്കാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതിന്റെ അകത്തോട്ട് OH മൈനസ് അയോണിന്റെ പ്രസൻസിലല്ല റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് this OH minus ion will enter into the complex CONH3 5 times Cl2 plus forming CONH3 5 times OH2 plus. ആദ്യത്തെ സ്റ്റെപ്പ് അതായിരിക്കും. OH മൈനസ് ഈ കോംപ്ലക്സിന്റെ അകത്തോട്ട് കയറും, Cl-നെ കളഞ്ഞിട്ട് OH അവിടേക്ക് വരും. അത് കഴിഞ്ഞിട്ട് this will in turn will react rapidly with NO2 minus to form the nitro product. ഇതാണ് നമ്മുടെ ഹൈഡ്രോളിസിസ് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടേണ്ട പ്രോഡക്റ്റ്. when this is reacted with NO2 in presence of OH minus ion. അപ്പൊ ഇതിൻ്റെ അകത്ത് Cl മാറി NO2 വരണം കേട്ടോ. അപ്പൊ അതൊരു നോർമൽ SN2 റിയാക്ഷൻ വഴിയായിരുന്നെങ്കിൽ ഈ രണ്ട് സ്റ്റെപ്പേ അവിടെ നടക്കത്തുള്ളൂ. ആൻഡ് ദ റിയാക്ഷൻ ഈസ് ഫൗണ്ട് ടു ബി വെരി സ്ലോ. പക്ഷെ ശരിക്കും നമ്മൾ ഇവരെ രണ്ടുപേരെയും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം റിയാക്ഷന്റെ റേറ്റ് ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇപ്പൊ നോർമൽ SN2 വെച്ച് ഈ സ്റ്റെപ്പ് വഴിയാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ the reaction rate is found to be very slow, which means that such a reaction pathway cannot be used to explain the OH minus ion catalysis. മനസ്സിലായോ? SN1CB മെക്കാനിസം ആണ് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ അങ്ങ് സ്ഥാപിക്കുക. നോർമൽ SN2 വഴിയാണ് പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നാണ്. പക്ഷെ അതിന്റെ റേറ്റ് വളരെ സ്ലോ ആയിട്ടാണ് കണ്ടത്. വിച്ച് മീൻസ് ദാറ്റ് ദ റിയാക്ഷൻ, അതായത് ഈ റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ എ റിയാക്ഷൻ പാത്വേ ദാറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ, which means that such a SN2 പോലത്തെ ഒരു റിയാക്ഷൻ പാത്വേ cannot be used to explain the OH minus ion catalysis. അപ്പൊ അവരെന്ത് ചെയ്തു? if instead നമ്മൾ കൺസിഡർ ചെയ്യും, ഇതാണ് SN2 പാത്വേ വെച്ചിട്ട് വരുന്ന റിയാക്ഷൻ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യും if instead the role of OH minus is to generate an active intermediate such as CO NH3 4 times NH2 2 plus. അപ്പൊ OH മൈനസ് നോർമൽ SN2 ആയിരുന്നെങ്കിൽ വെറുതെ അങ്ങ് കയറി കോർഡിനേറ്റ് ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ OH മാറി NO2 അങ്ങോട്ട് വന്ന് കോർഡിനേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങ് കൺസിഡർ ചെയ്യും അങ്ങനെ ഒരു മെക്കാനിസം സ്ലോ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ആ ഒരു പാത്വേ വഴി നമുക്ക് അതിനെ അതിന്റെ ഫാസ്റ്റ് റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വന്നു. നമ്മൾ അങ്ങ് കൺസിഡർ ചെയ്യുക if the role of OH minus is to generate an active intermediate such as CO NH3 4 times NH2 2 plus, the latter could react, അതായത് this one could react rapidly with the nitrite ion. അപ്പൊ ഇതിൻ്റെ അകത്ത് കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടായി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറ്റും? നൈട്രൈറ്റ് അയോണുമായിട്ട് NO2 മൈനസുമായിട്ട് റിയാക്ട് ചെയ്ത് ഇറ്റ് വിൽ ഫോം CO NH3 4 times NH2 NO2 plus. ആദ്യമേ കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടായി, അതിൻ്റെ അകത്ത് Cl കൂടെ വരും. ഇടയ്ക്കത്തെ സ്റ്റെപ്പ് എഴുതിയില്ല കേട്ടോ, എഴുതി നോക്കിക്കോണം. അടുത്ത സ്റ്റെപ്പിൽ കോഞ്ചുഗേറ്റ് ബേസിന്റെ ഡിസോസിയേഷൻ ആണ്. ആ ഡിസോസിയേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ആണ് ഈ 5 കോർഡിനേറ്റഡ് ഇന്റർമീഡിയറ്റ്. അതിലേക്ക് NO2 ആഡ് ചെയ്യും. ഈ സ്പീഷീസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. ഈ 5 കോർഡിനേറ്റഡ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്, പെട്ടെന്ന് റിയാക്ട് ചെയ്തു പോകും. നമുക്ക് ഇതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, വാട്ടർ മീഡിയം ഒക്കെ ആയിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ ഇതിന്റെ അകത്തോട്ട് NO2 വന്ന് ആഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് റാപ്പിഡ് പ്രോട്ടോൺ ട്രാൻസ്ഫർ വിൽ ടേക്ക് പ്ലേസ്, will give the final product CO NH3 5 times NO2 2 plus.
പ്ലസ് OH മൈനസ് പുറത്തേക്ക് പോകും. ഇതിൻ്റെ അകത്ത് നിന്ന് H പ്ലസ് ഇങ്ങോട്ട് വരും. റാപ്പിഡ് പ്രോട്ടോൺ ട്രാൻസ്ഫർ. വാട്ടർ അക്വസ് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അതാണ് H2O എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും OH മൈനസ് വീണ്ടും ജനറേറ്റ് ചെയ്യും. So it will generate OH minus ion which is needed for the equilibration reaction. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടുന്ന കാറ്റലിറ്റിക് എമൗണ്ട് ഓഫ് OH മൈനസ് ഇവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി? വീണ്ടും ആ റിയാക്ഷൻ നടക്കും. So since this is an SN1CB mechanism, it follows that the rate of the catalyzed reaction is determined by the rate of the dissociation of the കോഞ്ചുഗേറ്റ് ബേസ് അല്ലേ? SN1CB മെക്കാനിസം ആയതുകൊണ്ട് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിസോസിയേഷൻ ഓഫ് ദ കോഞ്ചുഗേറ്റ് ബേസ് ആണ്. സോ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഫോർ ദ സെയിം OH മൈനസ് കോൺസെൻട്രേഷൻ does not depend upon the concentration of NO2 minus അല്ലെങ്കിൽ NCS minus N3 മൈനസിന്റെ എല്ലാം പിപ്പിരിഡിനോ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും അതിന്റെ ഒന്നും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പം ഇനി രണ്ട് പ്രൂഫും കൂടി ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഈ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. That supports the SN1CB mechanism as well as it will give answer to why it does not proceed through SN2 mechanism. അല്ലെങ്കിൽ answer to the defect that we have seen in the other class. ഒന്ന് high concentration of OH minus the reaction rate is almost independent of the concentration of OH minus ion. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. ആ ഇക്വേഷനിൽ നിന്നും റേറ്റ് കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നതുള്ളതായിട്ട് കണ്ടു. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അയോൺ will not affect the അല്ലെങ്കിൽ at high concentration it is almost independent എന്ന് പറയും. That can be explained by the acid base equilibration step, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ അതില് നമ്മുടെ കോംപ്ലക്സ് അമീൻ കോംപ്ലക്സ് ഒരു വീക്ക് ആസിഡ് ആണ്. അപ്പൊ അത് പ്രോട്ടോണെ ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര സ്ലോ ആയിട്ടേ നടക്കത്തുള്ളൂ. അപ്പൊ അവിടെ കോഞ്ചുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ സ്മോൾ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഹൈ pH നമ്മൾ എടുത്താലും അറ്റ് ഈവൻ ഹൈ pH ഓഫ് 13 ഒക്കെ എടുത്താലും this amine complex is found to be a weak acid and only small amount of conjugate base is formed. അപ്പൊ കോഞ്ചുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ കുറവാണ് ശരിക്കും അതിൽ നിൽക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് OH കോഞ്ചുഗേറ്റ് ബേസ് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നാലും വളരെ കുറച്ച് എമൗണ്ട് ഓഫ് OH മൈനസ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നു. കാറ്റലിറ്റിക് എമൗണ്ട് എന്ന് നമ്മൾ പറയും. അതുകൊണ്ടാണ് OH മൈനസിന്റെ കോൺസെൻട്രേഷന് റിയാക്ഷന്റെ റേറ്റ് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ വഴി പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N3 മൈനസും NCS മൈനസും പോലെയുള്ള ന്യൂക്ലിയോഫൈൽസ് വന്നാലും their concentration is found to be independent of the reaction rate. And that is their concentration does not affect the rate of base hydrolysis. അതെന്തുകൊണ്ടാന്നാ പറയുന്നത്? Even though they are good nucleophile, they are not good bases as that of OH minus ion. അപ്പൊ അവരുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും? കോഞ്ചുഗേറ്റ് ബേസിന്റെ ഫോർമേഷൻ അവരുടെ കേസിൽ നടക്കത്തില്ല. അപ്പൊ കോഞ്ചുഗേറ്റ് ബേസ് ഫോർമേഷൻ നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ദ റിയാക്ഷൻ റേറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഹയർ, അല്ലെങ്കിൽ SN1CB മെക്കാനിസം വഴി പ്രൊസീഡ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ലിഗാൻസ് എടുക്കുമ്പോൾ ശരിക്കും അവിടെ സംഭവിക്കുന്ന എന്നതാണ് എന്നാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറയുന്നത്. അപ്പൊ ഈ ലിഗാൻസ് എടുക്കുമ്പോൾ അത് നമ്മളൊരു SN2 പാത്വേ വഴിയാണ് പ്രൊസീഡ് ചെയ്തിരുന്നതെങ്കിൽ the reaction rate is found to be very slow. ഇപ്പൊ SN2 പാത്വേ ആയിരുന്നെങ്കിൽ ശരിക്കും ഇവിടെ ഇതായിരുന്നു അവിടെ ഈ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ആ റിയാക്ഷന്റെ റേറ്റ് വളരെ സ്ലോ ആയിട്ടാണ് കണ്ടത്. പക്ഷെ അതേ ഇത് തന്നെ നമുക്ക് OH മൈനസിന്റെ റോൾ അങ്ങ് നമ്മൾ മാറ്റി കൊടുത്തു. അതൊരു if it is used to generate an active intermediate, അതായത് നമ്മുടെ കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്ന
ഒരാളായിട്ട് OH മൈനസിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒരു റിയാക്റ്റന്റ് ആയിട്ട് അല്ലാതെ, അതായത് മെറ്റലിലേക്ക് വന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായിട്ടല്ലാതെ ഇറ്റ് ഈസ് യൂസ് ടു ജനറേറ്റ് ആൻ ആക്റ്റീവ് ഇന്റർമീഡിയറ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ കഥ മുഴുവൻ മാറും. അപ്പൊ അവിടെ കോഞ്ചുഗേറ്റ് ബേസ് ഫോർമേഷൻ നടക്കും. അടുത്ത സ്റ്റെപ്പിലാണ് ശരിക്കും ഇത് കണ്ടോ, അടുത്ത കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടായി അത് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് NO2 വന്ന് ആഡ് ചെയ്യുന്നത്. അപ്പൊ NO2ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അവിടെ റിയാക്ഷന്റെ റേറ്റിൽ ഒന്നും തന്നെ വരുന്നില്ല, അല്ലെങ്കിൽ NCS മൈനസിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ N3 മൈനസിന്റെയോ ഒന്നും കോൺസെൻട്രേഷൻ അവിടെ റിയാക്ഷൻ റേറ്റിലേക്ക് വരുന്നില്ല. റേറ്റ് എന്ന് പറയുന്നത് എന്നതാ, ദ ഡിസോസിയേഷൻ ഓഫ് ദ കോഞ്ചുഗേറ്റ് ബേസ് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പില് വാട്ടർ വന്ന് ആഡ് ചെയ്തിട്ട് റാപ്പിഡ് പ്രോട്ടോൺ ട്രാൻസ്ഫർ വിൽ ടേക്ക് പ്ലേസ് ടു ഗീവ് ദ ഫൈനൽ പ്രോഡക്റ്റ് ആൻഡ് OH മൈനസ് ഈസ് ഫോംഡ്. Catalytic amount of OH minus ion is formed for the carrying out the acid base equilibration reaction. മനസ്സിലായോ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ 2 പ്രൂഫും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് വായിക്കണം, പല പ്രാവശ്യം വായിച്ചാലേ ചിലപ്പോൾ നമുക്കത് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.